റിട്ടയർഡ് SP ശ്രീ KM ആന്റണി കൂടി ചേരുന്നുണ്ട്. ശ്രീ ആന്റണി, വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രതി ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ പോലീസ് നടത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അവസാനം നടന്ന ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെയും നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ആണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ യുവത്വം ലഹരിക്ക് വലിയ രീതിയിൽ അടിമപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ പല വിപത്തുകളും ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിൽ ഇത്രയധികം ലഹരി ഉപയോഗം എന്തുകൊണ്ട് കൂടുന്നു? സർക്കാർ എവിടെയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്? അല്ലെങ്കിൽ സർക്കാരിന് എവിടെയെങ്കിലുമൊക്കെ പാളിച്ച പറ്റുന്നുണ്ടോ? ഇത്തരത്തിൽ ഈ യുവാക്കൾ ഇങ്ങനെ ലഹരിക്ക് അടിമയാകുന്നതിൽ ആരാണ് ഇതിന് പ്രധാനമായും ഉത്തരവാദി എന്നുള്ളതൊക്കെയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? രോഹിണി, ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം ഈ പ്രതി അഫാൻ എന്ന് പറയുന്ന പ്രതി മയക്കുമരുന്നിന് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുള്ള ആൾ ആണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ തന്നെ സ്വയം പോലീസിനോട് പറഞ്ഞു, 2 മാസമായി ഞാൻ മദ്യം ഉപയോഗിക്കുന്നുവെന്ന്. മദ്യം ഉപയോഗിക്കുന്നു അതോ മയക്കുമരുന്നാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ മദ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണെങ്കിൽ, അതിൻ്റെ ശീലമുണ്ടെങ്കിൽ ക്രിമിനൽ വാസന, അക്രമവാസന ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ വ്യാപകമായ വ്യാപനമെന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാരണം കൊണ്ടാണ് അത് കേരളത്തിൽ വ്യാപിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അത് അന്താരാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ട് താനും. അതേസമയം തന്നെ സോഷ്യൽ ആയിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് ചിലപ്പം സാമൂഹികമല്ല സാംസ്കാരികമെന്ന് പറയുന്ന സിനിമ പോലെയുള്ള ആ മേഖലകളിൽ ഈ മദ്യത്തിന്, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ മാറ്റി നിർത്താം. കാരണം മദ്യമെന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആയിട്ട് സർക്കാർ നടത്തുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്തുന്ന നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ലഹരിയുടെ ഇടപാടാണ്. അതല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു കണക്കിലോ ഒരു അനുവാദത്തിലോ ഒന്നിലും പെടാതെ, പൈസ പോലും സർക്കാരിന് ടാക്സ് പോലും കിട്ടാതെ വ്യാജമായിട്ട് ഒളിവിൽ നിന്നുകൊണ്ട് കച്ചവടം നടത്തുകയാണ്. അത് ഏത് കാലഘട്ടം അല്ലെങ്കിൽ എന്നാണ് വന്നതെന്നുള്ളതല്ല പ്രസക്തം. പക്ഷേ ഇവിടെ മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മദ്യം തേടി എത്താൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയങ്ങളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മയക്കുമരുന്ന് ആദ്യം വരുന്നത്. പലപ്പോഴും അത് കഞ്ചാവ് എന്നുള്ള പേരിലാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള വരവ്. അതിനുശേഷം കഞ്ചാവ് വ്യാപകമായി പിടികൂടാൻ തുടങ്ങി പോലീസും എക്സൈസും. അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന തൊഴിലാളികൾ, അവർ മുഖാന്തരം വരുന്നു, അവർ ആ രീതിയിലുള്ള ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഘടകത്തിൽ വന്ന് കേരളത്തിൻ്റെ ഈ മദ്യവുമായോ ലഹരിയുമായി ബന്ധപ്പെട്ട ആ രീതിക്ക് തന്നെ മാറ്റം വന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം കഞ്ചാവ് മാറ്റി നിർത്തിക്കൊണ്ട്, കഞ്ചാവ് ഇപ്പം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കഞ്ചാവിനെ ഒഴിവാക്കിക്കൊണ്ട് രാസലഹരിയുടെ പിന്നാലെയാണ് ഇപ്പോൾ പോകുന്നത്. വളരെ മാരകമായിട്ടുള്ള ആ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് കൂടുതലാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സിനിമകളിൽ ഈ പറയുന്ന 2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉള്ള ഒരു സിനിമയിൽ ഏകദേശം അതിൻ്റെ ഒരു 1.25 മണിക്കൂറും അടിഭാഗത്ത് എഴുതി മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി കാണിക്കുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു. അത്തരം സിനിമകൾക്ക് മാത്രമേ ഇന്നിപ്പം പ്രേക്ഷകരുള്ളൂ. അല്ലാതെ കുടുംബ ചിത്രമോ അതല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾക്കോ ആളില്ല. അപ്പം അതുപോലെ തന്നെ DJ പാർട്ടികൾ ഹോട്ടലുകളിൽ, വൻകിട ഹോട്ടലുകളിൽ നടക്കുന്നത് നമുക്കറിയാം. DJ പാർട്ടി കഴിഞ്ഞ് എറണാകുളത്ത്, കൊച്ചിയിൽ ഒരിക്കൽ മോഡലുകൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പം ഇത് ഒരു സംഭവമല്ല. ഇതിനു മുമ്പ് നടന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് മയക്കുമരുന്ന് ഇവിടെ കാരണമായി വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ് ഉണ്ട്. സെൻട്രൽ എക്സൈസ്, സെൻട്രൽ റവന്യൂ, ഈ വിഭാഗങ്ങളൊക്കെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി കൂടിയുണ്ട്. പക്ഷേ അവരെ ആരും ഞാൻ മോശപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല അതിൽ പറയുന്നത്. പക്ഷേ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പോലീസിന്റെയും എക്സൈസിന്റെയും സെൻട്രൽ ഏജൻസിയുടെയും എല്ലാം കൂടെ ചേർന്ന് കോൺഫറൻസുകൾ നടത്തുന്നുണ്ട് പീരിയോഡിക്കലായിട്ട്. എന്നിട്ട് ഇതിനെ അടിച്ചമർത്താനുള്ള മാർഗങ്ങളെ പറ്റി ആലോചിക്കുകയും അതിന് നടപടി സ്വീകരിക്കാറുമുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞു, 1 കിലോ
കഞ്ചാവ് കൈവശം വെക്കുന്നത്, അതായത് സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ തൂക്കത്തിലുള്ളതാണ് എന്നുള്ള രീതിയിൽ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവർക്ക് ജാമ്യ വ്യവസ്ഥയിൽ വളരെ ഉദാരമായിട്ടുള്ള രീതികളുമാണ്. ആകെ അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 കിലോയിൽ കൂടുതലാണ്. 20 കിലോയിൽ കൂടിയ കഞ്ചാവ് പിടിക്കുക എന്ന് പറഞ്ഞത് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് 20 കിലോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളായി 100 ഗ്രാമിൻ്റെയോ 200 ഗ്രാമിൻ്റെയോ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും കോടതിയിൽ, ജയിലിലോ കോടതിയിലോ റിമാൻഡിലോ പോകേണ്ട കാര്യം വരുന്നില്ല. അയാളെ ശിക്ഷിക്കുന്നതും വളരെ ചുരുക്കമായിട്ടായിരിക്കും. അപ്പം നിയമത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതിന് പഴുതുകൾ അടച്ചുള്ള നിയമം ആവശ്യമുണ്ട്. അതേസമയം തന്നെ കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കിയാലും ഇത് നടക്കും. ഇത് ഒരു പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ല. ഈ സമൂഹം തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം, അതിനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു വരണം. നമ്മളുടെ ഈ യുവത്വം, പ്രത്യേകിച്ചും ഒരു 30 വയസ്സിന് താഴെയുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഇന്നിപ്പം മയക്കുമരുന്നിന് അടിമകൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന്റെ വ്യാപ്തി കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായും ഈ പഴുതടച്ചുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇനിയും വരേണ്ടത്.